വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന് പ്രതിപക്ഷ നേതാവിന് ക്ഷണം. നടപടി വി.ഡി. സതീശനെ ക്ഷണിക്കാത്തത് വിവാദമായതോടെ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിന്റെ കർത്തവ്യം എന്താണെന്ന് കത്തിൽ വ്യക്തമല്ല. ചടങ്ങിൽ എത്തുമല്ലോ എന്ന പരാമർശം. തുറമുഖ മന്ത്രിയുടെ കത്ത് എത്തിയത് കണ്ടോൺമെന്റ് ഹൌസിൽ. പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത് സർക്കാരിന്റെ മഹാമനസ്കതയെന്ന് ആന്റണി രാജു. പുലിപ്പല്ല് കസ്റ്റഡിയിൽ വെച്ച കേസിൽ റാപ്പർ വേടനെ കസ്റ്റഡിയിൽ വിട്ടു. വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടത് 2 ദിവസത്തേക്ക്. ഫ്ളാറ്റിലും തൃശൂരിലെ ജ്വല്ലറിയിലും എത്തിച്ച് തെളിവെടുക്കും. വേടന്റെ രാഷ്ട്രീയത്തിന് പിന്തുണയെന്ന് ഗീവർഗീസ് മാർ കൂർലോസ്. പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന് വിലയിരുത്തൽ. പാക് ഭീകരരായ അലിബായ്, ഹാഷിം മൂസ എന്നിവർ ഇന്ത്യയിൽ എത്തിയത് 1.5 വർഷം മുമ്പ്. ഭീകരർ എത്തിയത് സാംബ, കത്വ മേഖലകളിലെ മുള്ളുവേലി മുറിച്ച്. പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടിക്ക് ഇന്ത്യ. പാക് വിമാനങ്ങൾക്കും കപ്പലുകൾക്കും അനുമതി നിഷേധിക്കും. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ കടന്നാക്രമണം. ഭീകരരെ സഹായിച്ചെന്ന പാകിസ്ഥാൻ കുറ്റസമ്മതത്തിൽ അത്ഭുതമില്ലെന്ന് ഇന്ത്യൻ പ്രതിനിധി. നൈപുണ്യ കേന്ദ്രത്തിന് RSS സ്ഥാപകന്റെ പേര് നൽകാനുള്ള നീക്കത്തിനെതിരെ പാലക്കാട് നഗരസഭയിൽ പ്രതിഷേധം. നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കയ്യാങ്കളി, തമ്മിലടിച്ച BJP കോൺഗ്രസ് കൌൺസിലർമാർ. പേരുമായി മുന്നോട്ട് തന്നെയെന്ന് നഗരസഭാ അധ്യക്ഷൻ പ്രമീള ശശിധരൻ. സിനിമാ നിർമ്മാതാവ് സാന്ദ്ര തോമസിനെ അധിക്ഷേപിച്ചെന്ന കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. നിർമ്മാതാവ് ആൻഡ്രൂ ജോസഫ് 1-ാം പ്രതി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി B. രാകേഷ്, അനിൽ തോമസ്, ഔസേപ്പച്ചൻ വാളക്കുഴി എന്നിവർ മറ്റു പ്രതികൾ. ചുമത്തിയത് സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയോടുള്ള സംസാരം, ഭീഷണിപ്പെടുത്തൽ, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ. SSLC പരീക്ഷാ ഫലം മെയ് 9 പ്രഖ്യാപിക്കും. ഫലം കാത്തിരിക്കുന്നത് 4.27 ലക്ഷം വിദ്യാർത്ഥികൾ. സബ്ജക്ട് മിനിമം അടുത്ത വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി B. ശിവൻകുട്ടി. കാനഡയിൽ അധികാരം നിലനിർത്തി മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടി. കൺസർവേറ്റീവ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി. 343 അംഗ പാർലമെന്റിൽ 167 സീറ്റുകളിൽ ലിബറൽ പാർട്ടിക്ക് ലീഡ്. ചെറുപാർട്ടികളുടെ പിന്തുണയോടെ അധികാരം ഉറപ്പ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഡൽഹി കൊൽക്കത്ത പോരാട്ടം. മത്സരം രാത്രി 7:30 ഡൽഹിയിൽ. പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ കൊൽക്കത്തയും പോയിന്റ് നില മെച്ചപ്പെടുത്താൻ ഡൽഹിയും ഇറങ്ങും.